ഹായ്, ഇന്ന് ഞാൻ നിൽക്കുന്ന സൂപ്പർ ബൈസിക്കിൾ സ്റ്റോറിലാണ്. ഇത് വരുന്നത് PT ജേക്കബ് റോഡ്, തോപ്പുംപടി. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇന്നത്തെ പെട്രോളിന്റെ വില വെച്ചിട്ട് സൈക്ലിംഗ് ചെയ്യണം, സൈക്കിൾ യാത്ര ചെയ്യണം എന്നൊരു മോഹം ഉണ്ടാവുകയാണ്. ആ മോഹത്തിന്റെ പുറത്ത് ഒരു സൈക്കിൾ മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഈ കാണുന്ന ബൈക്കാണ് ഞാൻ മേടിക്കാൻ പോകുന്നത്. വിവ എയ്റോ 1.0. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അത്ര പോപ്പുലർ അല്ലാത്തൊരു ഡിസൈനാണിത്. അന്നത്തെ ഡിസൈനിൽ കാരിയർ നിർബന്ധമായിരുന്നു. ഇന്ന് കാരിയർ നിർബന്ധമില്ല. അന്നത്തെ കാലത്തെ ലീഡിംഗ് വേണ്ടി ഹീറോയും ഹെർക്കുലീസും ആയിരുന്നു. അതേപോലെ ഗിയർ സൈക്കിളിന്റെ ഉപയോഗം വളരെ കുറവായിരുന്നു. അത് റിപ്പയർ ചെയ്യുന്ന ടെക്നീഷ്യൻസ് ചുരുക്കം ചിലരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും ഗിയർ സൈക്കിൾ എടുക്കാൻ മടിച്ചിരുന്നു. ഇന്ന് സൈക്കിൾ ബിസിനസ് വളരെയധികം വികസിച്ചിരിക്കുകയാണ്. പുതിയ പുതിയ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഇന്ത്യയിലോട്ട് എത്തിത്തുടങ്ങി. സൈക്കിളിനെ പറ്റി ആധികാരികമായി പഠിച്ചിട്ടുള്ള ടെക്നീഷ്യൻസ് വന്നു. കംപ്ലീറ്റ്ലി ചേഞ്ച് ആയെന്ന് പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതും നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ ഗവൺമെന്റുകൾ കുറച്ചുകൂടി ഒന്ന് സൈക്കിളിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം അനിവാര്യമാണ്. അത്യാവശ്യം സൈക്കിൾ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ഫാറ്റ് ബോയ് സീരീസ് ആണ്. ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റിയ സൈക്കിൾ. പിന്നെ ഇവിടെ കുറെ ബ്രാൻഡുകൾ ഇവർ ചെയ്യുന്നുണ്ട്. ഹെർക്കുലീസ്, KTMന്റെ സബ് ബ്രാൻഡായ 91 സൈക്കിൾസ്, ഫോൾഡബിൾ ദുബായ് സൈക്കിള്, ഫയർഫോക്സ് ബൈസിക്കിൾസ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം സൈക്കിൾ ചവിട്ടുക, സൈക്ലിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇവിടെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഉള്ള സൈക്കിളുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ കടയുടെ പ്രത്യേകത നിങ്ങൾക്ക് റീസണബിൾ റേറ്റിന് സൈക്കിൾ എടുക്കാൻ സാധിക്കുന്നതാണ്. 6000 പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചർ തന്നെ സൈക്കിൾ തരാൻ ഈ കടക്കാരനെ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ സൈക്കിളിൽ നിന്നൊക്കെ മാറിയോണ്ട് കുറെ ആയതുകൊണ്ട് പുതിയ വന്ന ബ്രാൻഡുകളുടെ പേരൊന്നും നമുക്ക് അത്ര പിടുത്തമില്ല. പുള്ളിയുടെ നമ്പർ ഞാനിവിടെ വെച്ചേക്കാം. താല്പര്യമുള്ളവരൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്ന് സൈക്കിൾ എടുക്കാവുന്നതാണ്. സൈക്കിൾ മേടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ നമ്പർ കോണ്ടാക്ട് ചെയ്യുക. ഈ പെട്രോൾ വിലയൊക്കെ ഇത്ര ഹൈ ആയിരിക്കുന്ന സമയത്ത് ലോക്കൽ ഓട്ടോകൾക്ക് ഒരു സൈക്കിള് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പെട്രോളിയത്തിന്റെ അധികം ചെലവ് പിടിച്ചു നിർത്താൻ സാധിക്കും. തോപ്പുംപടിയിൽ നിന്ന് അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ വരെ എത്തിച്ചു കഴിഞ്ഞാൽ മെട്രോയിലൂടെ സൈക്കിൾ കൊണ്ടുപോകാം എന്നതിലൂടെ പാസഞ്ചർ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. അതിലൂടെ നമുക്ക് സൈക്കിൾ കൊണ്ടുവരാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്നില്ലെങ്കിൽ ഈ കടയിൽ നിന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നോ സൈക്കിൾ എടുക്കുക, ചവിട്ടുക. സൈക്കിൾ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്.